തിരുവനന്തപുരം കാട്ടാക്കടയിൽ SDPI CPM സംഘർഷം. CPM കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഇരുഭാഗവും ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ 3 പേർക്ക് വെട്ടേറ്റു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, CPM-ഉം SDPI-യും തമ്മിലുള്ള സംഘർഷമാണ്. ഇതിൽ 3 പേർക്ക് വെട്ടേൽക്കുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ വിവരങ്ങൾ. വിനോദ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം കാട്ടാക്കട മേഖലയിൽ SDPI പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ആദ്യം സമീപത്തെ ഒരു ടർഫ് കേന്ദ്രീകരിച്ച് ചില DYFI പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് CPM-ന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്തെ SDPI ഒപ്പം തന്നെ CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇതിലാണ് 3 പേർക്ക് ഗുരുതരമായി പരിക്കുകൾ ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരാളുടെ, അതായത് 3 പേർക്കും പരിക്കേറ്റത് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതിൽ ഒരാൾക്ക് ഏറ്റ മുറിവുകൾ അത് ഗുരുതരമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇദ്ദേഹത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് 2 പേരെ നെയ്യാറ്റിൻകരയിലെ തന്നെ ഒരു സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള പരിക്കുള്ള ആളെ മെഡിക്കൽ ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തി വരികയാണ്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കാട്ടാക്കട പോലീസും വ്യക്തമാക്കുന്നത്. മുൻപും സമാനമായി SDPI CPM പ്രവർത്തകർ സ്ഥലത്ത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചില സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നത് പതിവായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് നേർക്ക് നേർ തന്നെ SDPI പ്രവർത്തകരും CPM-ഉം എത്തുന്നതും ഇവർ തമ്മിൽ വാക്കേറ്റവും മുഖത്തള്ളും ഈ രീതിയിലുള്ള സംഘർഷത്തിലേക്കും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗികമായി പോലീസ് അറിയിച്ചത്. ഏത് വിഭാഗത്തിന്റെ ആളുകൾക്കാണ് പരിക്കേറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സമയത്തിലാണ് വ്യക്തത വരുത്തുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും തിരുവനന്തപുരം നഗരത്തിലാണ് ഗുണ്ടാക്രമങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ ഏറ്റുമുട്ടലും ഒക്കെ അവസാനിക്കാതെ തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം കാട്ടാക്കടയിലാണ് CPM SDPI സംഘർഷമുണ്ടായിട്ടുള്ളത്. 3 പേർക്ക് വെട്ടേൽക്കുകയും ചെയ്തിട്ടുണ്ട്.